ഹലോ ഡിയർ കെഎം ആസ്പിറൻസ്, എഞ്ചിനീയറിങ്ങിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ ഒരു ഓപ്ഷനും കിട്ടാത്തവരും അതേപോലെ രണ്ടാം ഘട്ടത്തിൽ ഹയർ ഓപ്ഷൻസ് വേണ്ടിയവരും മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. നമ്മൾ ഓപ്ഷൻ കൺഫർമേഷന് വേണ്ടി പ്രൊസീഡ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഫസ്റ്റ് ഫേസിൽ കിട്ടിയ അലോട്ട്മെൻറ്റ് തന്നെ നമ്മൾ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓപ്ഷൻ കൺഫർമേഷൻ എല്ലാവർക്കും മാൻഡേറ്ററി ആണ്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിൽ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല, അതേപോലെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണ്ടവരാണെങ്കിൽ അതേപോലെ ഹയർ ഓപ്ഷൻസ് വേണ്ടവർക്കും ഓപ്ഷൻ കൺഫർമേഷൻ മാൻഡേറ്ററി ആണ്. ഇനി ഇവിടെ പറയുന്നുണ്ട്, ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ടോക്കൺ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫേസിലെ ഓപ്ഷൻ തന്നെ റിട്ടേൺ ചെയ്യുന്ന ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. നിങ്ങൾ പ്രൊസീഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ഫേസിലെ ഓപ്ഷൻ തന്നെ റിട്ടേൺ ചെയ്യുന്നു കൂടി പറയുന്നുണ്ട്. അതേപോലെ 28/7/2025 11:59 വരെ കിട്ടിയ ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെക്കൻഡ് ഫേസ് ലിസ്റ്റ് വരിക. 29/7/2025 പ്രൊവിഷണൽ ലിസ്റ്റും 30/7/2025 ഫൈനൽ ലിസ്റ്റും പബ്ലിഷ് ചെയ്യുമെന്നാണ് പറയുന്നത്. 31 മുതൽ ഓഗസ്റ്റ് 4 വരെ ആയിരിക്കും ജോയിനിങ് ഡേറ്റ്സ്. ഫീ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലൊക്കെ 8,650 ആയിരിക്കും വാർഷിക ഫീസ്. ബാക്കി ഫീ ഒക്കെ ഈ ഡോക്യുമെൻറ്റിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. താങ്ക് യു. ഇനി എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്.